നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ. സ്ഥലം കാഞ്ഞിരംകുളം. ഉൽപ്പത്തി എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കായീനും ഹാബേലെന്നും പറഞ്ഞ രണ്ട് സഹോദരന്മാരുണ്ട്. കായീൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടിടയനുമായിരുന്നു. എന്നാൽ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ദൈവം കായീനോട് പറഞ്ഞു, അല്ലയോ കായീനെ, നിന്റെ അനുജൻ്റെ രക്തം, ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. നിന്നെ കൊന്ന നിന്റെ അനുജൻ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അതുപോലെ എത്രയോ നമ്മുടെ മരിച്ചുപോയ എത്രയോ പയ്യന്മാരുടെ ആത്മാക്കൾ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു നല്ലൊരു പയ്യനുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിൽ നീയൊക്കെ ചേർന്ന് കൊന്നുകളഞ്ഞില്ലേ ഒരു പാവപ്പെട്ട പയ്യനെ, അഭിമന്യു എന്ന് പറയുന്ന ഒരു പയ്യനെ. ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടുമായിട്ട് നാട്ടുകാരെ, വീട്ടുകാരെ, ബന്ധുക്കളെ എല്ലാവരെയും സഹായിക്കുവാനുള്ളൊരു മനസ്സ്, എന്തൊക്കെയോ ആവണമെന്ന് ആഗ്രഹിച്ചു പഠിച്ച ആ പാവപ്പെട്ട അഭിമന്യു എന്ന പയ്യനെ, എടാ ദുഷ്ടന്മാരെ, നീയെല്ലാം ചേർന്ന് വെട്ടി കൊന്നുകളഞ്ഞില്ലേടാ. എടാ, ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങൾക്ക് എത്ര പേരെയാണ് നീയൊക്കെ കൊന്നുകളഞ്ഞത്? എത്ര അമ്മമാരാണ് മക്കളെ നഷ്ടപ്പെട്ട, എത്ര അമ്മമാർ വയറ്റത്തടിച്ച് നിലവിളിക്കുന്നു. ഇന്നും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാർ, അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, എത്ര കുടുംബങ്ങളെയാണ് ആ ദുഷ്ടന്മാരെ നീയൊക്കെ നശിപ്പിച്ചത്. എടാ, നീയൊക്കെ കാലുകുത്തി അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു സമാധാനമില്ല. കേരളത്തിൽ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്നത് പോലെ എത്രയോ പയ്യന്മാരുടെ ആത്മാക്കൾ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്ന ആ നിലവിളി, എത്രയോ മക്കൾ നഷ്ടപ്പെട്ടു പോയ എത്രയോ അമ്മമാരുടെ കണ്ണുനീര്, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരുടെ കണ്ണുനീര്, അച്ഛനെ നഷ്ടപ്പെട്ട മക്കളുടെ കണ്ണുനീരാണ് ദുഷ്ടന്മാരെ ഒരു സീറ്റ് ഒതുക്കിയത്. എത്രയോ മക്കളുടെ കണ്ണുനീര്. ഈ കണ്ണുനീരിന് ദൈവം തന്ന ഏറ്റവും വലിയൊരു അടിയാണ് നിൻ്റെയൊക്കെ തോൽവി എന്ന് പറയുന്നത്. നാണമുണ്ടെങ്കിൽ, എടാ നിനക്കൊക്കെ നാണമുണ്ടെങ്കിൽ, കേരളത്തിലെ മുഖ്യമന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി, എടാ നിനക്കൊക്കെ നാണമുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോടാ തെണ്ടികളെ, ചെറ്റകളെ. എന്നറിയാമോ എത്ര കുടുംബങ്ങളെയാടാ നീയൊക്കെ നശിപ്പിച്ച് കളഞ്ഞത്? നിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി എത്ര പാവപ്പെട്ടവന്മാരെ ആ ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നത് പോലെ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ ശക്തിയാണ് ദൈവം നിന്നെയൊക്കെ നാശത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തോൽവി നിനക്കൊക്കെ ദൈവം തന്നത്. വെള്ളപ്പൊക്കം, സുനാമി, നീയൊക്കെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ കഷ്ടകാലങ്ങളെന്ന് പറഞ്ഞാൽ ലോകകപ്പിൽ ജഡ്ജിയിൽ നിർത്തുന്നു, എന്തെല്ലാം വിഷയങ്ങൾ. ഇതെല്ലാത്തിനും ഒരു അവസാനം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിച്ചതുപോലെ എത്രയോ മരിച്ചുപോയ എൻ്റെ ആത്മാക്കൾ കിടന്ന് നിലവിളിക്കും. ആ കൂട്ടത്തിൽ അഭിമന്യു എന്ന എൻ്റെ പ്രിയ സഹോദരനോട്, ആ അഭിമന്യുവിൻ്റെ ആത്മാവ്, ആ പയ്യൻ്റെയൊക്കെ ആത്മാവ് കിടന്ന് നിലവിളിച്ച നിലവിളിയാണ് ആ ദുഷ്ടന്മാരെ നീയൊക്കെ തോൽവി, നിനക്കൊക്കെ ജീവിതത്തിൽ കിട്ടാത്ത തോൽവി കിട്ടിയത്. കേരളത്തെ നശിപ്പിച്ച് കേരളത്തിലെ സാധുക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ പിശയാചിക്കേണ്ട അവസ്ഥ വരുത്തി. എൻ്റെ നാട്ടിൽ കാഞ്ഞിരംകുളത്ത് ചില സഹാക്കന്മാരുണ്ട്. സൈക്കിളിൽ പോയ സഹാക്കന്മാർ ഇന്ന് പോകുന്നത് കാറിലാണ് പോകുന്നത്. 2 മുറിയുള്ള സഹാക്കന്മാർ ഇന്ന് 2 നിലയാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പണം. എടാ, ഈ സമയത്താണ് ഓരോ ഹോട്ടലിൻ്റെ മുമ്പിലും ഓരോ സ്ത്രീകൾ പിശയാചിക്കുന്ന കാഴ്ച. നാണമുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട്, നിങ്ങൾ എന്നേ തോറ്റു കഴിഞ്ഞു. നിങ്ങളുടെ മകൾ വീണ വിജയൻ ആ മന്ത്രി റിയാസിൻ്റെ കൂടെ കിടന്ന സമയത്തെ നിങ്ങളുടെ വില പോയി. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിലെ ഇന്നത്തെ മന്ത്രിമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പോലീസിൻ്റെയും ഈ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഗുണ്ടകളുടെയും അകമ്പടിയില്ലാതെ
ഒറ്റയ്ക്ക് കേരളത്തിൽ നിനക്കൊക്കെ ഇറങ്ങി നടക്കാനുള്ള ധൈര്യമുണ്ടോടോ? നീയൊക്കെ ഇറങ്ങി വരുമ്പോൾ നിന്നെയൊക്കെ അടിക്കാൻ ചൂലും കൊണ്ട് സ്ത്രീകളും മലവും കൊണ്ട് ചാണകവും കൊണ്ട് നിൽക്കുകയാണ് നിന്നെപ്പോലുള്ള ചെറ്റകള ഒഴിക്കാനായിട്ട്. എന്തായാലും നാണമുണ്ടെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ, നിന്നെ ആരുടെ മാസ്റ്റർ എന്നിട്ടത്? നീ മാസ്റ്ററല്ല, നീ വെറും തീറ്റിക്കാരനാണ്. നിന്നെ മാസ്റ്റർ എന്ന് വിളിക്കണം, നീ തീറ്റിക്കാരനാണ്. നാണമുണ്ടോ? ഇറങ്ങിപ്പോടാ ചെറ്റകളെ. കേരളത്തിലെ ഒന്ന് രക്ഷപ്പെടുത്തിട്ട് പാവപ്പെട്ട ഈ പിശയാചിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ടാ, എത്രയോ പേര് ഒരു ചായ കുടിക്കാൻ 10 രൂപയ്ക്ക് വേണ്ടി പിശയാചിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മച്ചിമാർക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയോട് നാണമുണ്ട്. നിനക്കൊന്നും നാണമില്ലെന്നറിയാം, കാരണം നിനക്കൊക്കെ നാണമുണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ ജീവിക്കൂ. ഈ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള നീതിപ്പണത്തിൽ നീയൊക്കെ ജീവിക്കൂ. നിനക്കൊക്കെ നാണമില്ലെന്നറിയാം. നാണമുണ്ടെങ്കിൽ ഒരു തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോ സഖാവേ. അതാണ് നിങ്ങൾക്കും നല്ലത്, പാർട്ടിക്കും നല്ലത്.